തയ്ക്കാൻ മടി തോന്നുമ്പോൾ എന്ത് ചെയ്യണം? പലപ്പോഴും ഞാനും തയ്ക്കാൻ മടിച്ചിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മടി മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ മനസ്സിരുത്തി കേൾക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരാളാണ്. ഒരു വീട്ടമ്മയാണ്, അതായത് 3 മക്കളുടെ അമ്മയാണ് ഞാൻ. അതേപോലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് എന്നെക്കൊണ്ടാവും പോലെ ചെയ്തിട്ടും നീ എന്ത് തേങ്ങ ഏതിനും വേണ്ടി ചെയ്യുന്നതെന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു ജോലിക്കാരി കൂടിയാണ് ഞാൻ. പലപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട് സമയം വളരെ കുറവായിട്ടാണ് എനിക്ക് കിട്ടാറ്. അതായത് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രം എന്നും പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ജോലിക്കിടയിലും പിള്ളേരുടെ നോട്ടത്തിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ടാണ് ഇത് ഓടിച്ച് കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങളുള്ള സമയത്താണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഒരാൾ മേശപ്പുറത്ത് ചാടിക്കയറും, എന്നിട്ട് താഴോട്ട് വീണ്ടും ചാടും, പിന്നെയും കയറും, പിന്നെയും ചാടും. മറ്റേ ആളാണെങ്കിൽ കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ ചോക്കെടുത്ത് തിന്നും, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ സ്കെയിലെടുത്ത് ഓടിക്കും. വേറൊരാളാണെങ്കിൽ എൻ്റെ കാലയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കും. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഞാനത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യമെന്നും പറഞ്ഞ് പോകും. ഇതൊക്കെ ആണെങ്കിലും ചില സമയത്ത് നമ്മൾ ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓർത്ത് കഴിയുമ്പോഴേയും വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു തയ്യലെന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എന്നതിനുപരി നല്ല ശ്രദ്ധയും നല്ല സമയം വേണ്ടി വരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ തുണി കണ്ണും മുന്നിൽ ഇരിക്കുമ്പോൾ പോലും തയ്ക്കാൻ വല്ലാത്തൊരു മടുപ്പ് തോന്നും. നിങ്ങൾക്ക് ഇങ്ങനത്തെ മടിയോ മടുപ്പോ ഒക്കെ തോന്നാറുണ്ടോ? വീട്ടിലെ ജോലി കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി മെഷീൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു മടി, വല്ലാത്തൊരു മടുപ്പ്. ഇന്നിനി ഒന്നും തയ്ക്കാൻ വയ്യ, നാളെ ആട്ടെ എന്ന് വിചാരിച്ച് തുണി മടക്കി മാറ്റി വെക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോണം, നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ പലരും അങ്ങനെയാണ്. വീട്ടിലിരുന്ന് തയ്യൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം സ്ത്രീകളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഈ മടി ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാം. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കിതെങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിനകത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റൂല. എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ എനിക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ നിവർത്തിയുള്ളൂ. അപ്പം അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പം ഒന്ന്, ഈ വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കണം. ഒറ്റയടിക്ക് 5 ചുരിദാറോ 4 ബ്ലൗസോ ഒക്കെ തയ്ക്കാമെന്ന് വിചാരിച്ച് മിഷീൻ്റെ മുന്നിലോട്ട് വന്നിരുന്നാൽ ഉറപ്പായിട്ടും നമുക്കൊരു മടിയൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യങ്ങളെ ചെറുതാക്കണം. ഞാൻ ഇന്ന് ബ്ലൗസിൻ്റെ മാത്രം കട്ടിങ്ങേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ടോപ്പ് തയ്ച്ചാൽ നന്നായിരിക്കും, അതുകൊണ്ട് ഈ ഒരു ടോപ്പ് മാത്രമേ ഞാനിന്ന് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ടാസ്കിനെ ചെറുതാക്കണം. ഈ ഒരെണ്ണം തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, നമുക്ക് അടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കും. പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 4 AM മാജിക് എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ 4 മണി മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുക. എന്നെ സംബന്ധിച്ചൊരു രാവിലെ 4 മണി സമയത്ത്, നിങ്ങൾ എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഒരു രാവിലത്തെ സമയത്ത് ഞാൻ എഴുന്നേറ്റ് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. കാരണം കുട്ടികളൊക്കെ ഉണരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വീട്ടിലത്തെ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു സമയമുണ്ട്. ആ സമയം ഞാൻ തയ്യലിനായിട്ടൊക്കെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് മിഷീൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഫോൺ കോൾസ് ഇല്ല, കസ്റ്റമേഴ്സിൻ്റെ വരവും പോക്കും ഇല്ല. നമുക്ക് സമാധാനമായിട്ട് ആ ചെയ്യാൻ ഉദ്ദേശിച്ച ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഒരു വർക്ക് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം മുഴുവൻ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനുള്ള എനർജി അതിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഉത്സാഹം വരും ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ മറ്റൊരാളെ ജോലിക്ക് കൂടെ കൂട്ടി, എൻ്റെ വീട്ടിൽ ജോലിക്ക് കൂടെ കൂട്ടി ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തുമില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല നല്ല ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾ ചവിട്ടുന്ന മെഷീനാണ്, നിങ്ങൾക്ക് അതിൽ സ്പീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ട്, റിപ്പയർ ചെയ്ത് നിങ്ങളത് മടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇൻഡസ്ട്രിയൽ മെഷീനിലേക്ക് മാറി ചിന്തിക്കാം. മച്ച് ബെറ്ററാണ് ഇൻഡസ്ട്രിയൽ മെഷീൻ സാധാരണ മെഷീൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഒരു ഹോബിയായിട്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാനിത് പറയുന്നത്. ഹോബിയായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ടേബിൾ ടോപ്പ് മെഷീൻ തന്നെ ധാരാളമാണ്. അവർക്ക് അവരുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ചുരിദാറോ ഒരു ബ്ലൗസോ ഒക്കെ ആയിരിക്കും അവരുടെ
ലിസ്റ്റിലുണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിലപ്പോൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ മെഷീൻ, അത് ഏത് ബ്രാൻഡും ആയിക്കോട്ടെ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ജാക്കാണോ ഉഷയാണോ നല്ലത്, അല്ലെങ്കിൽ ബ്രൂസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണത്. നിങ്ങൾ കടയിൽ പോയി ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക, മാറി മാറി മെഷീൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉഷയുടെ ബ്രാൻഡിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉഷയുടെ മെഷീൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാതെ എല്ലാ മെഷീൻസൊക്കെ കിട്ടുന്ന സെയിലേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അടുത്ത് പോയിട്ട് എല്ലാമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റയടിക്ക് മേടിക്കണം എന്നല്ല പറയണത്. നിങ്ങൾ കുറച്ച് സമയമെടുത്ത് സ്റ്റിച്ചസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, നിങ്ങൾക്ക് അതിലുള്ള ഓരോ ഫീച്ചേഴ്സൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത പോലെയുള്ള ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്യാം. മെഷീൻ്റെ കാര്യം സെറ്റായല്ലോ. പിന്നെ ഉറപ്പായിട്ടും നല്ലൊരു ടേബിള്, നല്ലൊരു ടേബിളെന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിന്നും കൊണ്ട് വർക്ക് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും നിന്നും കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സമയം നിൽക്കുമ്പോൾ നമുക്ക് നടുവേദന, അല്ലെങ്കിൽ മെഷീൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നടുവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലൊരു കട്ടിങ് ടേബിൾ, നിങ്ങളുടെ ഹൈറ്റിനൊത്ത വണ്ണമുള്ളൊരു കട്ടിങ് ടേബിളിലും ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ നേരെ നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ടേബിൾ നിങ്ങളുടെ ഏകദേശം അരവണ്ണത്തിൻ്റെ ആ ഒരു ലെവലിൽ വേണം നിൽക്കാൻ. അരയുണ്ടല്ലോ, ആ ഒരു ലെവലിൽ വേണം നിൽക്കാനായിട്ട്. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടേബിളിന് ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയുക, സ്റ്റീം അയണാണ്. അത്യാവശ്യം വെയിറ്റുള്ള അയൺ ബോക്സാണത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഞാൻ കുനിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പ്രഷർ തോളിലും നടുവിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ പെയിനും ഞാൻ കുറേ നാൾ അനുഭവിച്ചു. പക്ഷേ എന്നാണോ ഞാൻ ഈ ടേബിളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്, അന്ന് തൊട്ട് എനിക്ക് ആ സ്വിച്ച് ഇട്ട പോലെ ആ പെയിൻ അങ്ങ് മാറുകയോ ചെയ്തത്. അപ്പോൾ നല്ലൊരു ടേബിള്, നല്ലൊരു ചെയർ, പിന്നെ നല്ലൊരു അയൺ ബോക്സ്. അതിപ്പം നിങ്ങൾ പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റീം അയൺ ബോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയാൽ മതിയെങ്കിൽ ഇച്ചിരി വെയിറ്റുള്ള അയൺ ബോക്സ് തന്നെ ചൂസ് ചെയ്യണം. കനം കുറഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാത്ത അയൺ ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് ചുളിവുകൾ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതായത് പ്ലീറ്റ്സൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് അയൺ ചെയ്യുമ്പോൾ അതൊന്നും നിൽക്കത്തില്ല. ജസ്റ്റ് ഒരൊറ്റ വാഷിനെ അത് നിൽക്കുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അതിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓവർലോക്ക് മെഷീൻ, ഇത്രയൊക്കെ മതി. അപ്പോൾ നിങ്ങൾക്ക് പണ്ടോട്ടെ എന്നെ അറിയുന്നുള്ളവരാണെങ്കിൽ അറിയാം, ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല മേടിച്ചിട്ടുള്ളത്. ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോണ് സാങ്ഷൻ ആക്കിയിട്ട് പോയി ചെന്ന് മേടിച്ചിട്ടുള്ളതല്ല ഇതൊന്നും. ഇതെല്ലാം ഞാൻ പണിയെടുത്ത് കാശ് കൂട്ടി വെച്ച് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് എൻ്റെ പഴയ മെഷീനും പുതിയ മെഷീൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി മോട്ടിവേഷൻ കയറും. അതായത് ആ മെഷീനിൽ നിന്നും ഇതൊരെണ്ണം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാട് എന്നുള്ളത് ഓർമ്മ വരുമ്പോഴേക്കും അതങ്ങ് നമുക്ക് ക്ലിക്കാവും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൂയിങ് അല്ലെങ്കിൽ തയ്യൽ സ്പേസ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതായത് കാണുമ്പം മെസ്സിയായിട്ട് തോന്നുന്ന രീതിയിൽ വെക്കാതെ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, വർക്ക് ചെയ്യുന്ന സ്പേസ് ഭംഗിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ നൂലുകളും കത്രികയും തുണിയും എല്ലാം വലിച്ചു വാരിയിട്ടൊരു മേശ അല്ലെങ്കിൽ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മടി വരും. അതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ തയ്യൽ സ്ഥലം നല്ല വൃത്തിയായിട്ട് നൂലുകളൊക്കെ അടുക്കി ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ വോളിലൊക്കെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പ് ഓർഗനൈസേഴ്സൊക്കെ ഉണ്ട്, അതിൽ ഹാങ് ചെയ്തിടുവോ. അതായത് കാണുമ്പോൾ മെസ്സിയായിട്ട് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണത്. അപ്പം നമ്മൾ ഓർഗനൈസ് ചെയ്ത് എല്ലാ അലമാരിയുടെ മേളിൽ കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ച് ജോക്ക് എടുക്കുമ്പോഴത്തേന് എന്നോട് ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ പറയും, ഇത് കൊച്ചെടുക്കാത്തടത്ത് വെച്ചൂടെ. കൊച്ചെടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലമാരിയുടെ മേളിലോ അല്ലെങ്കിൽ ഭയങ്കര പൊക്കമുള്ളിടത്തൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ അത് ആക്സസ് ചെയ്യും. ഈ അലമാരിയുടെ ഒക്കെ മേളിൽ ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് ആക്സസിബിലിറ്റി കുറയും. അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിമിതി വരും. അതായത് പിന്നെ ഇത് ആ മണ്ടയിലൊക്കെ പോയി നമ്മൾ എടുക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് മാതിരി മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊന്നും അവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ
ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി വെച്ചിട്ട് അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ചിന്തിച്ച് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതേപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല വെളിച്ചമുള്ളൊരു ലൈറ്റ് മിഷ്യൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ഈ ഭായിമാരുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഇവർ ഓരോ ടേബിളിൻ്റെ മുകളിലും ഓരോ ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ട്യൂബ് ലൈറ്റ് ഒന്നും കെട്ടിത്തൂക്കാനുള്ള ഒരു ഓപ്ഷനില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലെല്ലാം തപ്പി എന്താ പറയുക, ഈ ടേബിൾ, അതായത് നമ്മൾ തയ്ക്കുന്ന മെഷീൻ്റെ ഇപ്പം വീഡിയോയിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ആ ടേബിളിലൊരു സംഭവം കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പുറത്തെ സൈഡിലായിട്ട്. അത് ആ ലൈറ്റാണ്, മെഷീനിലേക്ക് കൊടുത്തിരിക്കുന്ന ലൈറ്റാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ ഫോണിലൊക്കെ കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററില്ലേ, അതാണ് അതിൻ്റെ പ്ലഗ് വരുന്നത്. USB കണക്റ്റായിട്ടാണ് അത് വരുന്നത്. നമ്മുടെ കയ്യിലൊരു അഡാപ്റ്റർ വേണം അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1500 രൂപ ഒക്കെ ആയിരുന്നു. പക്ഷെ അതിൽ പ്രൈസ് കയറി ഇറങ്ങിയൊക്കെ വരാറുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അത് നല്ല വിലക്കുറവിന് വന്നിട്ടുണ്ടായിരുന്നു, 1100 1200 രൂപയ്ക്ക് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എവിടെയോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽസ് പോലെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണെന്നുള്ള പോലെ. അപ്പോൾ നല്ല വെട്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും. ഈ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ റൂമിൽ സൺലൈറ്റിൻ്റെ ഇത് ഭയങ്കര കുറവാണ്. ഫ്രണ്ടിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് ഷാഡോ പോലെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ആവശ്യം എനിക്ക് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടേബിൾ ഇരിക്കുന്നിടത്തും, അതായത് കട്ടിങ് ടേബിൾ ഉള്ളിടത്തും ഒരു ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യും ഉടനെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനത് ചെയ്യും. നമ്മൾ കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കാതെ ഉള്ള ലൈറ്റ്സ് ആണെങ്കിൽ എത്രയും നല്ലത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ്സ്. അതായത് കസ്റ്റമേഴ്സ് ഒരു ഡേറ്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നാളെ കൊടുക്കേണ്ട സാധനം ഇന്ന് രാത്രിയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷനായിരിക്കും, തയ്യൽ അത്ര നന്നാവണമെന്നില്ല. അപ്പം മടുപ്പ് പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആവശ്യമായിട്ടുള്ളൊരു സമയം നോക്കി അതിൻ്റെ ഒരു ഗ്യാപ്പ് പറഞ്ഞ് തന്നെ വാങ്ങണം. സ്ട്രെസ് എടുക്കാതെ തയ്ച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സത്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ടാസ്ക്കുള്ളൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും വന്ന് അവസാനിക്കുന്നുണ്ടാവുക. ഒരിടയ്ക്ക് പല പ്രശ്നങ്ങളും വന്ന സമയത്തൊക്കെ എനിക്ക് പല ഓർഡേഴ്സും കൊടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ചിലത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി മടുത്തു പോകും ചില സമയത്തൊക്കെ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 20 മിനിറ്റ് റൂള്. അതായത് തീരെ മടി തോന്നി ഇരിക്കുന്ന സമയത്തില്ലേ, അതായത് ഭയങ്കര മടി പിടിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് പറയാം, ഞാൻ ഇന്നൊരു 20 മിനിറ്റ് മാത്രമേ മെഷീനിലിരിക്കുന്നുള്ളൂ, തയ്ക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കാം. അങ്ങനെ വിചാരിച്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ 20 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൂഡ് ഫുള്ള് മാറും. പിന്നെ നിങ്ങളറിയാതെ തന്നെ ആ വർക്ക് ഫുള്ളായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കമാണ് ഏറ്റവും പാട്, അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ തുടങ്ങി കിട്ടാനാണ് പാട്, തുടങ്ങി കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമാണ്. അപ്പോൾ ഇത്രയും നേരമൊക്കെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് മോട്ടിവേഷൻ ആക്കാം. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് ആ ഒരു വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുക. ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരു മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ അറിയാതെ തന്നെ അങ്ങ് വേഗത്തിൽ പൊക്കോളും. ഇനി നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്ന ആ ഏണിങ്സ്, നമുക്ക് കിട്ടുന്ന ആ വരുമാനത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ആലോചിക്കണം. എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്? നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ കയ്യിൽ ഒരു 50 രൂപ നമ്മുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കിട്ടുമ്പോൾ മറ്റൊരാളോടൊരു 50 രൂപ കടമായിട്ട് മേടിക്കുന്നതിനേക്കാൾ നമുക്കൊരു കോൺഫിഡൻസ് ഈ പറഞ്ഞ 50 രൂപ നമുക്ക് തരും. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു 300 രൂപ കൊടുത്തൊരു ടോപ്പ് മേടിക്കുകയെന്ന് വിചാരിക്കുക.
അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. കാരണം മറ്റൊരാളുടെ പൈസ എടുത്തിട്ടല്ല ഞാനത് മേടിച്ചിരിക്കുന്നത്. അതേ സമയത്ത് വേറൊരാളുടെ പൈസയിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമമൊക്കെ വരുമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സപ്പോർട്ടിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ പിള്ളേർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം പ്രത്യേകിച്ച് ജോലി ഇല്ലാതെ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു മ്യൂച്വലി പോകണം. ഒരു വിഷമം അങ്ങോട്ട് ആ ആൾക്കോ അല്ലെങ്കിൽ നമുക്കോ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കും, എനിക്ക് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും. അതിപ്പം ഹസ്ബൻഡിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടോ ചെറിയ ആവശ്യങ്ങൾ നടത്താനായിട്ട് ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ പൈസ എന്ന് പറയുമ്പോൾ അത് വേറെ ഫെയിലല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ബേസിക് സബ്ജക്റ്റ് കാര്യങ്ങൾ, മോറൽ സയൻസ്, കാറ്റീസം, പിന്നെ പള്ളികളിൽ ചെന്നാലോ അമ്പലത്തിൽ ചെന്നാലോ അവരുടേതായ രീതികളിലുള്ള പഠനങ്ങൾ, പിന്നെ നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒരു ടീനേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ ക്ലാസ്സസൊക്കെ തരാറുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ തന്നെ ഈ മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് കൂടെയൊക്കെ ഒരുപക്ഷെ പഠിപ്പിച്ചിരുന്നെങ്കിലെന്ന് തോന്നാറുണ്ട്. നമ്മളൊക്കെ പഠിച്ചു അല്ലെങ്കിൽ കേട്ട് പരിചയപ്പെട്ട് വന്നതെന്ന് പറഞ്ഞാൽ പഠിക്കുക, എന്തെങ്കിലും ഡിഗ്രി എടുക്കുക, ഒരു ജോലി മേടിക്കുക, കല്യാണം കഴിക്കുക, കുട്ടികളാകുക, അടുത്ത് അവരെ പഠിപ്പിക്കുക, ഇങ്ങനൊരു പാറ്റേണിലാണല്ലോ. ചിലരൊക്കെ എനിക്കിങ്ങനെ ക്ലാസ് തരുമ്പോൾ ഞാൻ ചിലപ്പോൾ അവരോട് പറയാറില്ല, എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, അറ്റ്ലീസ്റ്റ് അവർക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഫിനാൻഷ്യലായിട്ട് അവർക്ക് ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരേ സമയത്ത് വീട്ടിലെ കാര്യങ്ങളും മാനേജ് ചെയ്തെടുക്കണം, പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കണം. ഞാനീ പറയുന്നത് വലിയ വലിയ തുകകൾ വെച്ചൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ചെറുതാണെങ്കിൽ ചെറുത്. നമ്മുടെ കയ്യിലൊരു രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്താൽ നമുക്കൊരു 400 രൂപ കിട്ടുവാണെങ്കിൽ എത്ര സമയം നമുക്ക് കൂടിപ്പോയി എടുക്കും? ഒരു 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ മതിയാവുമല്ലോ നല്ല രീതിയിലൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ചിന്തിക്കണം. അതായത് 2 മണിക്കൂർ കൊണ്ട് എനിക്കൊരു 400 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തോരം ഏൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ചിന്തിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിലും പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന തുകയായിരിക്കത്തില്ല കസ്റ്റമറിനോട് ചോദിച്ച് മേടിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം. എന്നാൽ കൂടെയും നിങ്ങളൊരു ബുക്കിൽ നിങ്ങളുടെ കറക്റ്റ് എമൗണ്ട് എഴുതി വെക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈനിങ് ഉള്ള ഒരു സ്ലിറ്റ് ടോപ്പ് തയ്ക്കുന്നതിന് 400 രൂപയാണെങ്കിൽ അത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കണം. ചിലപ്പോൾ കസ്റ്റമറിന് നിങ്ങളൊരു 300 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ കറക്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുന്ന എമൗണ്ട് നിങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ പോകെ പോകെ നമുക്ക് ഓക്കെ, ഞാൻ ഇത്രയും രൂപയ്ക്കുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ സ്റ്റിച്ചിങ് തന്നെ വേണമെന്നില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ വൈകുന്നേരം എൻ്റെ കൊച്ചിനെ വിളിക്കാനായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു പോയിട്ടാണ് എൻ്റെ 2 പിള്ളേരെയും, ഒരാളെ സ്കൂളിൽ നിന്ന് ഒരാളെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു 50 രൂപ ഓട്ടോക്കൂലി ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളത്. ആ ഓട്ടോക്കൂലിക്കുള്ള പൈസ ഞാൻ അവിടെ ഏൺ ചെയ്തു എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ ഓക്കെ, അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തല്ലോ. അതേപോലെ നമ്മൾ ആ ഒരു മാസം ഏൺ ചെയ്ത പൈസ ഉണ്ടാവില്ല, അതായത് ലിറ്ററലി മണിയായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാധനം. ഇതിൽ നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കണം. അതായത് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ. അപ്പോൾ ഞാൻ ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ ഈ കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4100 രൂപയാണ് അതിന് എനിക്കായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഡീലറിനോട് റേറ്റ് ചോദിച്ചപ്പോൾ അയാളിത് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു എമൗണ്ടാണ്. ഒരു 2000-2500 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ജാക്ക് എന്ന ബ്രാൻഡ് തന്നെ വേണം എന്നൊക്കെ ഉള്ളൊരു എയിം വെച്ചിട്ട് ഞാൻ പിന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കിട്ടുന്ന ഓരോ രൂപയും ഞാൻ ഇതിലേക്കെന്നും പറഞ്ഞ് മാറ്റി വെക്കാൻ തുടങ്ങി. അത്രയും അർജൻറ്റായിട്ട് വരുന്ന കേസ് കേട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നാൽ മാത്രമേ അതിൽ നിന്ന് ആ പൈസ ഞാൻ എടുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കും. അങ്ങനെ കൂട്ടി തന്നെയാണ് ഓരോ സാധനവും ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ആ പ്രോഡക്റ്റ് മേടിച്ചത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം വരെയൊക്കെ എനിക്കൊരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് മേടിക്കുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം അത് അത്രയും പെർഫോമൻസ് ഇപ്പുറം തരുന്നുണ്ട്.
ചില സാധനങ്ങളൊക്കെ നമ്മളിതുപോലെ ആഗ്രഹിച്ച് മേടിക്കുമ്പോൾ അട്ടർ ഫ്ലോപ്പായിരിക്കും. അതും ഞാൻ വന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എയിം വെക്കുക, അത് വെച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ആ എയിമിലേക്കുള്ളത് മുട്ടിച്ച് അത് നടത്തിയെടുക്കുക. അപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ചിങ് ആണല്ലോ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് യൂട്യൂബ് ത്രൂ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് വഴിക്കും. ഇങ്ങനെ ഏതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടോ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പോൾ എല്ലാം നമ്മുടെ ഈ പോസ്ചർ കാരണം വരുന്ന പ്രശ്നമായിരിക്കത്തില്ല. നമ്മുടെ കട്ടിങ് ടേബിളും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാനിരിക്കുന്ന അത് മാത്രമായിരിക്കത്തില്ല അതിൻ്റെ റീസൺ. നിങ്ങളൊരു പരിധി കൂടുതൽ നിന്നും കൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാലുവേദന വരും. ഒരു പരിധി കൂടുതൽ കുനിഞ്ഞ് നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കഴുത്തുവേദനയും വരും. അപ്പോൾ ആർക്കാണ് ഈ വേദനകളെല്ലാം വെച്ചും കൊണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. ഇപ്പോൾ ഇച്ചിരി കാഴ്ചക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നൂല് സൂചിയിൽ കോർക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുമൊക്കെ നമുക്ക് ഓരോ മടുപ്പായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ലൊരു ചെയർ, നല്ലൊരു കട്ടിങ് ടേബിള്, നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റാവുന്നൊരു വിഷൻ, ഇതൊക്കെ നമ്മൾ റെഡിയാക്കണം. ഓരോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കൂടുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പോയി ചെന്നിട്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇറങ്ങി ഓടുന്ന ഒരാളാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് മെഷീനും വിളി വരുമ്പോഴേ വിളി വരും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന ടൈമാണ്, നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു സമയം കിട്ടുന്നുണ്ട്, ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രം ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാമേ, റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു, അതും അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് സെറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ബൂസ്റ്റ് കൊടുക്കുക. അതിപ്പോൾ ഇന്നതെന്നൊന്നുമില്ല. നിങ്ങൾ കോഫി കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളെങ്കിൽ കോഫി കുടിക്കുക. പിന്നെ എന്താണ്, പുറത്ത് പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പുറത്ത് പോവുക. ഞാൻ അറിഞ്ഞാൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ ചീസ് ലോഡർ ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. അവിടെ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. 140 രൂപ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. എന്നിട്ട് ഞാൻ മനസ്സിലൊരു ടാർഗറ്റ് ഇടും, അതായത് ഇന്ന് ഇത്രയും കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനതെനിക്ക് മേടിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് മോട്ടിവേഷനാണ്, നാളെ എനിക്കിത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു പ്രാവശ്യം ഞാനൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് എനിക്കറിയാം ഇത്രയും അത്യാവശ്യം നല്ലൊരു തുകയായിരുന്നത്. അത് വെറുതെ പാഴായി പോകണ്ടേ, ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാമെന്ന് ഓർത്ത് ഞാനൊരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തന്നെ സന്തോഷങ്ങൾ കണ്ടെത്തി കൊടുക്കുക. പിന്നെ നമ്മൾ നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ തന്നെ പറയുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ സ്റ്റിച്ചിങ് ചാർജായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞ് മേടിക്കാനും കൂടെ ശ്രമിക്കുക. ഇപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലാത്തൊരു ഓർഡറാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അത് ഒട്ടും തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഓർഡറുകളാണെങ്കിൽ സ്നേഹത്തോടെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നല്ല സ്ട്രെസ്സായിട്ടുള്ള സമയങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ലൈഫിൽ. ചിലപ്പോൾ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ചിലർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്തെങ്കിലും ഒരു വിധപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞാൽ കുറേ സമയത്തേക്കിന് അതെൻ്റെ മൈൻഡിലുണ്ടാവും. നമ്മൾ സമാധാനത്തിലാണ് വന്ന് തയ്ക്കാനിരിക്കുന്നതെങ്കിൽ പോലും നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലും എനിക്ക് ഈ തോട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വിട്ടുപോകും. എൻ്റെ കാര്യമാണ് ഞാൻ പറയണേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴത്തേനും കഴിവിൻ്റെ പരമാവധി അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഒരു ബോണസ് ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ തയ്യൽ തൊഴിലായിട്ട് ചെയ്യുന്നവർ, അതിപ്പോൾ വീട്ടിലിരുന്നോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കടയായിക്കോട്ടെ, എന്തോ സ്റ്റിച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുവാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ആ കാറ്റഗറിയിൽ തന്നെ പെട്ട ആരെങ്കിലും ഒരാളുമായിട്ടെങ്കിലും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആരുടെയിലൊന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമെന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ. ചിലർക്കൊന്നും നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ സെയിം ഫീൽഡിലുള്ള ഒരാളുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സുകൾ കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ചില സമയത്തൊക്കെ മിസ്റ്റേക്കൊക്കെ വരുന്ന സമയത്ത് നല്ലോണം വിഷമമൊക്കെ വരും. അപ്പോൾ പക്ഷെ നമുക്കിത്
എന്താണ് സംഭവിച്ചേക്കുന്നതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചിലപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്ര കണ്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളോട് ഇത് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ തന്നെ നമുക്ക് പാതി ഒരു മനസ്സുഖം കിട്ടും. അപ്പോൾ സ്ട്രെസ് എടുക്കുന്നതും നമ്മളെ സ്വാഭാവികമായിട്ടും മടുപ്പ് വരുത്തുന്ന ഒരു കാര്യം തന്നെയാണല്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോഴത്തേനും വേറുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ എന്നുള്ളത്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മയും വലിയൊരു പ്രചോദനം തന്നെയാണ്. മടിയൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ മടുപ്പ് തോന്നുമ്പോഴത്തേനൊന്നും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇതെല്ലാം നോർമലായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നതല്ലാതെ നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൊന്ന് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.